ഇന്ന് ഈ ഒരു ഡ്രസ്സിൻ്റെ നെക്കിൽ പേൾ വെച്ച് തുന്നൽ എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ബോഡി പാർട്ടിൽ 2 ലെയറായിട്ട് ചെയ്ത ഈ വർക്ക് ഒറ്റ ലെയർ ബോർഡർ വർക്കുള്ള ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ വർക്കിന് മാച്ച് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് നെക്കിന് പേൾ വെച്ച് തുന്നി കൊടുക്കാം. പേൾ വെച്ച് തുന്നുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് പേൾ നല്ല വൃത്തിയായിട്ട് അവിടെ നെക്കിൽ കിടക്കും. ഈ ഡ്രസ്സിൻ്റെ വർക്കിൻ്റെ കളർ വന്നത് ഗോൾഡൻ കളറും വൈറ്റിലുമാണ്. അപ്പോൾ ഞാനിതിന് വൈറ്റ് പേളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ കളറിനേക്കാളും ഒന്നുകൂടി വൈറ്റ് ആവും ഇതിന് മാച്ച് ചെയ്യാമെന്ന് തോന്നി, അതുകൊണ്ട് ഗോൾഡൻ കളർ ചൂസ് ചെയ്തത്. 2 മുത്ത് വെച്ചിട്ടാണ് തുന്നിയെടുക്കൽ. അപ്പോൾ 2 മുത്ത് ആദ്യം കോർത്തെടുത്തതിന് ശേഷം നല്ലപോലെ വലിച്ച് പിടിച്ചിട്ട് പിന്നെ അവിടെ ഒന്ന് സൂചി കുത്തി കൊടുക്കുക. പിന്നെ സൂചി അടിഭാഗത്തേക്ക് വലിച്ചെടുത്തിട്ട് പിന്നെ ഒരു മുത്തിൻ്റെ അകലം വിട്ടിട്ടാണ് സൂചി മുകളിലേക്ക് വലിച്ചെടുക്കൽ. അങ്ങനെ സൂചി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ലാസ്റ്റത്തെ ഈ മുത്തുക്കൂടി തന്നെ ഒന്നും കൂടി കോർത്തെടുക്കുകയാണ് ചെയ്യല്. പിന്നെ ഇങ്ങനെ കോർത്ത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രോസസ്സ് തന്നെ അങ്ങനെ തുടർന്ന് പോവുകയാണ് ചെയ്യൽ. പിന്നെ 2 മുത്തിട്ടിട്ട് അടിക്ക് വലിച്ചിട്ട് അങ്ങനെ ചെയ്ത് പോവാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മുത്ത് അവിടെ നല്ല പതിഞ്ഞ് കിടക്കും. ഇങ്ങനെയാണ് ഞാൻ നെക്കിന് എപ്പോഴും മുത്ത് തുന്നി കൊടുക്കൽ. ഇത് റൗണ്ട് പേളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തുന്നി കൊടുത്തത്. ഹാഫ് പേളാണെങ്കിൽ നമുക്ക് അത് ആദ്യം ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി തുന്നിയാണ് ഞാൻ ചെയ്യൽ. പിന്നെ ഇങ്ങനെ നെക്ക് ഫുള്ളായിട്ട് തുന്നി കഴിഞ്ഞതിന് ശേഷം നെക്കിൻ്റെ അടിഭാഗത്ത് ഞാൻ കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതും ഇതേ വൈറ്റ് കളറിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രോക്ക് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഫ്രോക്കിൻ്റെ അതേ മോഡൽ തന്നെ നമുക്കൊരു ഹെയർ ക്ലിപ്പും ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ ആ ബോർഡർ വർക്ക് വരുന്ന ഭാഗത്തു നിന്ന് തന്നെയാണ് ഞാൻ ഹെയർ ക്ലിപ്പിനുള്ള ക്ലോത്ത് കൊടുത്തത്. അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ നെക്കിന് തുന്നി കൊടുത്ത അതേ പേളന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സൈഡ് ഒന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഹെയർ ക്ലിപ്പുമ്പോൾ ചെയ്തപ്പോൾ ഒറ്റ പേളിട്ട് കണ്ടാണ് എങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒറ്റ മുത്തിട്ടിട്ട് പിന്നെ അതിൻ്റെ അടി കൂടെയുള്ള മുത്തിൻ്റെ മേലേക്ക് എടുത്തിട്ട് പിന്നെ അങ്ങനെ കോർത്താണ് പോയത്. പേളിട്ടിട്ട് ബാക്കിലേക്ക് വലിച്ചുകൊണ്ട് മുത്ത് കോർത്ത് പോകുമ്പോഴാണ് ഒന്നും കൂടി ഉറപ്പിൽ കിടക്കൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും ബാക്കിലേക്ക് വലിച്ചിട്ട് മുത്ത് കോർത്ത് പോകൽ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഇങ്ങനെ തന്നെ മുത്ത് തുന്നാൻ ശ്രമിക്കുക. കാരണം ഫസ്റ്റായിട്ട് തുന്നണോല് മുത്ത് ഇങ്ങനെ മുന്നിലേക്ക് കോർത്ത് പോകും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ബാക്കിലേക്ക് കോർത്തിട്ട് നമ്മൾ ഉറപ്പിൽ ഒന്നും കൂടി മുന്നിലേക്ക് ഇട്ടിട്ട് ചെയ്യൽ. പിന്നെ ഇത് കസ്റ്റമർ തന്ന ക്ലോത്ത് തന്നെയായിരുന്നു. കസ്റ്റമർ ബോർഡർ വർക്കുള്ള ക്ലോത്തായിരുന്നു കൊണ്ടുവന്നത്. ഇത് കസ്റ്റമർ ഫാമിലി കോംബോ ആയിട്ടാണ് ഈ ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഒരേ കളർ തന്നെ മോമിനും ഡോട്ടർക്കും പിന്നെ 2 ബോയ്സിനുള്ള ഡ്രസ്സായിരുന്നു ചെയ്തത്. ഹെയർ ക്ലിപ്പ് ഇങ്ങനെ ചെയ്തപ്പോൾ ഒന്നുകൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ മോമിൻ്റെ ഡ്രസ്സ് ഇതായിരുന്നു. ഫുൾ സ്ലീവിൽ ഏലൻ കട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ സ്ലീവിൻ്റെ എൻഡിലും പിന്നെ ടോപ്പിൻ്റെ ബോട്ടം പാർട്ടിലും ഈ ബോർഡർ വർക്ക് വരുന്ന രൂപത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ബേബീൻ്റെ ഡ്രസ്സിൻ്റെ ബോഡി പാർട്ടിൽ ആ ബോർഡർ വർക്ക് 2 ലെയറാക്കിയിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബോഡി പാർട്ടിൽ ചെയ്ത സ്പ്രെഡ് വർക്ക് വൈറ്റ് ബീഡ്സിലാണ് ചെയ്തിട്ടുള്ളത്. ക്ലോത്ത് ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുള്ളൊരു കളറായിരുന്നു. ടിഷ്യൂ സിൽക്കിൽ ലാവൻഡറും ഗോൾഡും ടച്ച് ചെയ്തൊരു ഗ്ലേസിംഗ് ഉള്ളൊരു കളറായിരുന്നു. പിന്നെ 2 ബോയ്സിന് ഇതേ കളറിൽ തന്നെ ഷർട്ട് പീസാണ് കസ്റ്റമർ ചൂസ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ കൂടെ കസ്റ്റമർ ഫാമിലി ഫോട്ടോ കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ആക്കിയാൽ മതി. അപ്പോൾ പുതിയൊരു വർക്കിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.